ലൂക്കായുടെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാന്റെ ജനനത്തെ പറ്റി, സ്നാപയോഹന്നാന്റെ ജനനം, നാമകരണം, സക്രിയായുടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഗീതം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പഴയ നിയമ വായനയിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാല് അബ്രാഹത്തിന് സന്താന ഭാഗ്യം ലഭിക്കുകയാണ്. വാർദ്ധക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വൃദ്ധരായിട്ടുള്ള ദമ്പതികൾക്ക് മക്കൾ ലഭിക്കുന്ന നിരവധി സംഭവങ്ങൾ പ്രാർത്ഥനയും ദൈവകൃപയും വഴിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാന കാരണം എനിക്ക് തോന്നുന്നത് ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ജീവൻ ലഭിക്കുക. ഓരോ ശിശുവും ദൈവത്തിന്റെ ഒരു കൃപയാണ്. അതുകൊണ്ടാണ് ഈ അബ്രാഹം ഉചിതമായ രീതിയിൽ ആളുകളെ സ്വീകരിക്കുന്ന ആളായിരുന്നു. ഇന്നത്തെ വായനയിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അബ്രാഹം വന്ന 3 സന്ദർശകര് വളരെ ഉപചാര മര്യാദയോടുകൂടി അവരെ സ്വീകരിച്ചു. അവർക്ക് ആഹാരം പാകം ചെയ്തു കൊടുത്തൊരു മൂരിക്കുട്ടനെ കൊന്ന് അപ്പമൊക്കെ ആക്കി നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്ത് വളരെ ഉദാര മനസ്ഥിതിയോടെ വളരെ നന്നായിട്ട് സ്വീകരിച്ചു. അബ്രാഹം നല്ലവനായിരുന്നു. ഇങ്ങനെ നല്ല മനുഷ്യരുണ്ട്, മറ്റുള്ളവരുടെ കരുണയോടും നന്മയോടും ഉദാര മനസ്ഥിതിയോട് കൂടി പെരുമാറുന്നവര്. അതായത് അബ്രാഹത്തിന് വാർദ്ധക്യത്തിൽ ഇസ്ഹാക്ക് ദൈവകൃപയാണ് ഇസ്ഹാക്കിനെ ലഭിച്ചു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെയാണ് ഉദാഹരണ കുർബാനയിൽ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ആണ് പിതാക്കന്മാരുടെ ദൈവം ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 2-7 സാംസന്റെ ജനനം. നമ്മൾ കേട്ടിട്ടുണ്ട് സാംസൺ വലിയ ശക്തിമാനായിരുന്നു. ഈ സാംസന്റെ അപ്പനാണ് മനോവ. മനോവയുടെ ഭാര്യയ്ക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ സൂക്ഷിക്കണം, വീര്യമുള്ളവ ആയിട്ടുള്ള പാനീയങ്ങളൊന്നും ഉപയോഗിക്കരുത്. അവൻ ജനനം മുതൽ നാസിർ വ്രതക്കാരനായി, എന്ന് വെച്ചാൽ ക്ഷൗരക്കത്തി തുടരുത്, തങ്ങോടി കൊടുക്കാൻ പാടില്ല. പിന്നീട് നമ്മൾ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സാംസൺ വലിയ ശക്തിമാനായിരുന്നു. അങ്ങനെ ഫിലിസ്തീനുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് അങ്ങനെ പിടിച്ചു നിന്ന സാംസൺ, ആ സാംസൺ പിന്നീട് വിജാതി സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തില് പിന്നെ ശക്തിയുടെ രഹസ്യം നാസിർ വൃതാണ്. ആ രഹസ്യം അവര് പിടിച്ചെടുത്തു. സാംസൺ ഉറങ്ങിക്കിടന്നപ്പോൾ തലമുടി കട്ടിച്ചു കളഞ്ഞു. അങ്ങനെ സാംസന്റെ ശക്തി ക്ഷയിച്ചു. എങ്കിലും സാംസൺ ധീരനായിരുന്നു. ഒരു പന്തലും മാർജിട്ട് വാരിച്ചിട്ടിട്ട് അങ്ങനെ അതിന്റെ അടിയിൽപ്പെട്ട് ആളുകൾ മരിച്ചു എന്നുള്ളതും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളില് മിശിഹാ രഹസ്യത്തിന് സാക്ഷ്യം വഹിക്കുക. ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ സൂക്ഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എനിക്ക് കൃപാവരം നൽകപ്പെട്ടത്. ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. അപ്പോൾ പൗലോസ്ലീഹ സ്വയം മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് ദൈവം തന്നെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സവിശേഷമായ കൃപാവരത്താലാണ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ കൃപ തന്നോട് കൂടിയുണ്ട്. ദൈവം തന്നെ തെരഞ്ഞെടുത്തതാണ്. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
വിശുദ്ധർക്കെല്ലാം ഉണ്ട് ദൈവത്തിന്റെ കരുണയെ പറ്റിയുള്ള ചിന്ത എല്ലാ നല്ല വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്തായാലും ദൈവകൃപയാണ്. നമ്മുടെ കൃപയ്ക്കും നമ്മുടെ മഹത്വം കൊണ്ടാണ് നമ്മുടെ ആരോഗ്യവും ശക്തിയും മറ്റ് അനുഗ്രഹങ്ങളും എല്ലാം. ഞാൻ അത് ചെയ്യുമെന്നൊക്കെ ഈ ടോൾസ്റ്റോയുടെ കഥയിൽ, ഈ മനോഹരമായ കഥകളാണ് ടോൾസ്റ്റോയുടെ. അതിലൊരു കഥയിൽ ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കാറൊന്നുമില്ല. ടോൾസ്റ്റോയി ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മരിച്ചുകൊണ്ടതാണ്, കവിതയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റഷ്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരൻ നോവലിസ്റ്റുമാണ്. ഇന്നാക്കാരനീന വളരെ യുദ്ധസമാധാനമാണ് പ്രസിദ്ധമായ നോവലുകൾ അവരുടെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതില് ഈ ടോൾസ്റ്റോയ് വളരെ പ്രഗത്ഭനായിട്ടുള്ള വളരെ ലളിത ജീവിതം കഴിച്ചയാളാണ്. ലാളിത്യം ആദ്യമേ സമരനവിൽ കുടുംബത്തിലൊക്കെ ജനിച്ചതാണ്. പിന്നീട് ഈ ഈശോയുടെ ഈ സുവിശേഷ പ്രഭാഷണമൊക്കെ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ടോൾസ്റ്റോയ് അദ്ദേഹം ഒത്തിരി നല്ല പുസ്തകങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകൾ വളരെ മനോഹരമാണ്. ഇതിൽ ഒരു കഥയാണ്, ഒരു മനുഷ്യന് എത്ര സ്ഥലം വേണമെന്ന് എഴുതുന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞുള്ള 6 അടി മണ്ണ് മതി. അങ്ങനെ ഒത്തിരി വിലപ്പെട്ട മൂല്യങ്ങൾ ആ കഥകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ടോൾസ്റ്റോയുടെ കഥകളിൽ ഈശോയുടെ ലൂക്കായുടെ സുവിശേഷത്തില് ഈശോയുടെ ജനനം, പരിച്ഛേദനം, നാമകരണം. അപ്പോൾ അബ്രാഹത്തിന്റെ ഉടമ്പടിയിലുള്ളതാണ് പരിച്ഛേദനം എന്ന് പറയുന്നത്. ഇത് വെച്ചാല് ദൈവവും അബ്രാഹവുമായി ഉടമ്പടി ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ ജനങ്ങൾ അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് പരിച്ഛേദനം വഴിയാണ്. എന്നാൽ ഈ പരിച്ഛേദന ആദ്യമായി യഹൂദ ക്രൈസ്തവരായിരുന്നു. യഹൂദ അവരൊക്കെ പരിച്ഛേദന സ്വീകരിച്ചവരാണ്. കഴിഞ്ഞ പൗലോസ്ലിഹ വിദ്യാർത്ഥിയുടെ പുസ്തക പൗലോസ്ലിഹ യഹൂദ പാരമ്പര്യം വളർന്നയാളാണ്. പൗലോസ്ലിഹ പിന്നീട് വാദിക്കുന്നുണ്ട്, രക്ഷ ലഭിക്കുന്നത് യേശുവിലുള്ള മാമോദീസ വഴിയാണ്. പഴയ നിയമത്തിലായിരുന്നു പരിച്ഛേദനം. പുതിയ നിയമത്തില് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെങ്കിൽ സ്നാനം നൽകാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ഇനീഷ്യേഷൻ സെറമണി. അങ്ങനെയാണ് ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് യഹൂദ ആചാരങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് ജെറുസലേം സുനഗോസില് പത്രോസും പൗലോസും ആദ്യത്തെ അപ്പോസ്തലരും അല്ലാണ്ട് തീരുമാനമെടുക്കുന്നത്. ഉടമ്പടിയുടെ അടയാളമായിട്ട് സ്നാപകന് ഈ പരിച്ഛേദന കർമ്മം നൽകുകയാണ്. ദൈവജനമായ ഇസ്രായേലിലുള്ള അംഗത്വം, ഉടമ്പടിയുടെ അവകാശി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അനുസ്മരിക്കുന്നത്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ. ഇസ്രായേൽക്കാര് ഈ ദൈവത്തിന്റെ നാമം യാഹ്വേ എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമമല്ല ആയിരിക്കുന്നതെന്നാണ് അർത്ഥം. അയാൾ പോവാണ്. അതാണ് യാഹ്വേ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാമം പരമവിശുദ്ധനായതുകൊണ്ട് ഉച്ചരിക്കാനായിട്ട് പാടില്ല. പിന്നെ ദൈവത്തെ അവർ വിളിച്ചത് അദോണിയ എന്ന്. അദോണിയ എന്ന് വെച്ചാൽ കർത്താവ്. ഈശോയെ നമ്മൾ വിളിക്കുന്നത് കർത്താവ് എന്നുള്ളതാണ്. ലോർഡ്, കർത്താവ്, കീരിയോസ്. ഹിത്തിലാണ് കീരിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ യാഹ്വേ ദൈവം കൃപ നൽകിയതാണ് യോഹന്നാന്റെ ആ വാക്കിന്റെ അർത്ഥം. കൃപാലുവായ യാഹ്വേ ദൈവം കൃപ നൽകി എന്നുള്ളതാണ്. ഈ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. യോഹന്നാൻ ലോകത്തിന് മുഴുവൻ കൃപയുടെ അടയാളവും വഴികാട്ടിയുമാണ്. അതുകൊണ്ടാണ് ദൈവം കൃപ നൽകി എന്നിവിടെ പറയുന്നത്. ദൈവദൂതനോട് ചോദിച്ചു വാങ്ങിയതാണ് ഈ സക്കറിയ. എന്താ കിട്ടിയത്? ഊമനായിട്ട്. സക്കറിയ പറഞ്ഞു, ഒരു അടയാളം വേണം എനിക്ക്. വാർദ്ധക്യത്തില് ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു കുട്ടിയെ പ്രസവിക്കും. അപ്പോൾ അത് പെട്ടെന്ന് വിശ്വസിക്കാനായിട്ട് പുരോഹിതനായ സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. ഒരു അടയാളം വേണമെന്ന് പറഞ്ഞു.
വചനം പറഞ്ഞു, നിന്റെ സംസാരശേഷി നഷ്ടപ്പെടും. ഇത് ജനിച്ചതിന് ശേഷമേ വീണ്ടും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പേരെന്തായിരുന്നെന്ന് എല്ലാവരും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു അപ്പൻ്റെ പേരാ കൊടുക്കേണ്ടത്, സെക്രിയ തന്നെ എന്നാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്ന് കൊടുക്കണം. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു പിതാവിനാണ് സംസാരിക്കാനും പറ്റിയില്ല. അപ്പോൾ ഒരു പലക കൊണ്ട് കൊടുത്തു, അതിലെഴുതി യോഹന്നാൻ എന്ന് പേരെഴുതി കഴിഞ്ഞപ്പോൾ സംസാരശേഷി വീണ്ടും കിട്ടിയെന്നാണ് വചനത്തിൽ പറയുക. നീ അത് കഴിഞ്ഞിട്ട് സെക്രിയയുടെ ഗീതമാണ്, കീർത്തനമാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു രക്ഷകനെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യ ഭാഗത്ത്. രണ്ടാം ഭാഗത്ത് പറയുന്നുണ്ട് അത്യുന്നതന്റെ പ്രവാചകൻ. യോഹന്നാൻ അത്യുന്നതന്റെ പ്രവാചകൻ എന്നറിയപ്പെടും. യേശുവിന്റെ മുന്നോടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ. അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രവാചകന്റെ ദൗത്യം കർത്താവിന് വഴിയൊരുക്കുക, സ്നാപകന്റെ ലക്ഷ്യം കർത്താവിന് വഴിയൊരുക്കുക. പാപമോചനം വഴി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് ജനത്തിന് അറിവ് നൽകുക. പാപമോചനം വഴി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് ജനത്തിന് അറിവുണ്ടാക്കി കൊടുക്കുക. അത് പ്രവാചകന്റെ ദൗത്യമാണ്. അതുകൊണ്ടാണ് അനുതാപം പ്രസംഗിച്ചത്. എല്ലാവരും അനുതപിക്കുവിനെന്ന് ജനത്തെ യേശുവിനായിട്ട് ഒരുക്കുന്നതിനു വേണ്ടി അനുതാപം പ്രസംഗിച്ച ശക്തിയായ വാക്കുകളിൽ പ്രവചനം നടത്തിയ പ്രവാചകനാണ് യോഹന്നാൻ എന്നറിയാം. യോഹന്നാനെ കേൾക്കാൻ ഒത്തിരി ആളുകളോട് കൂടിയൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പാപാന്തകാലത്തിൽ കഴിയുന്ന ജനത്തെ മാനസാന്തരം വഴി പ്രകാശത്തിലേക്ക് നൽകുക, യേശുവിലേക്ക് നയിക്കുക. അതാണ് പ്രകാശം എന്ന് പറയുന്നത് യേശുവാണ്. സമാധാനത്തിന് മാർഗത്തിൽ ജനത്തെ നയിക്കുക. ഈ ദൗത്യങ്ങളാണ് പ്രവാചകന്റെ ദൗത്യമായിട്ട് ഈ ഗീതങ്ങളിൽ സക്രിയയുടെ കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ സന്ദേശം ഓരോ ശിശുവും ദൈവത്തിന്റെ കരുണയും കരുതലിന്റെയും പ്രകടനം. ഭൂമിയിലേക്ക് ജനിക്കുന്ന ഓരോ ശിശുവും ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും പ്രകടനമാണ്. നമ്മൾ അങ്ങനെയാണോ കാണുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ശിശുക്കളെ സ്വീകരിക്കുന്നവരുണ്ട്, ശിശുക്കളെ നശിപ്പിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു ശിശു വന്നു കഴിഞ്ഞാൽ അതിനെ വളർത്തണം, അതുകൊണ്ട് ഭ്രൂണഹത്യ ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളും ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട്. എനിക്ക് കൂടുതലൊക്കെ ചെന്നിട്ട് അറിയാം എന്തുകൊണ്ടാണ്. അപ്പോൾ ശിശുവിനെ സ്വീകരിക്കുന്നില്ല. ശിശുവിനെ വന്നു കഴിഞ്ഞാൽ അതിന് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് രണ്ടുപേർക്കും ജോലിയുണ്ട്. ശിശു ജനിച്ചു കഴിഞ്ഞാൽ അതിനെ വളർത്തണം, അതിന് സമയമില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞ് മതി. 5 കൊല്ലം കഴിഞ്ഞ് കുട്ടി ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട്. അപ്പോൾ ഓരോ ശിശുവും ദൈവത്തിന്റെ കരുണയുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രകടനമാണ്. പേര് ഒരു നിർവചനമാണ്, സ്വപ്നമാണ്, ദൗത്യമാണ്. അതുകൊണ്ട് പേര് കൊടുക്കുമ്പോൾ ആ കുട്ടിയെ പറ്റി നല്ല കാഴ്ചപ്പാടുള്ള പേരുകളാണ് കൊടുക്കേണ്ടത്. വിളിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും പുന്നാര പേരിടുക എന്നുള്ളതല്ല. നല്ല ആശയമുള്ള ഒത്തിരി പേരുകളുണ്ട്, വിളിക്കാനായിട്ടും ഉണ്ട്. നമ്മൾ എങ്ങനെ പേരിടുക എന്ന് പറഞ്ഞാൽ കൊച്ചിനെ പറ്റി നമുക്കുള്ള കണക്കുകൂട്ടലാണ്. അതനുസരിച്ചാണ് ആ കുട്ടി വളർന്നു വരേണ്ടത്. അതുകൊണ്ട് നന്മ നിറഞ്ഞ പേരുകൾ കൊടുക്കുക. അർത്ഥമുള്ള പേരുകൾ. അപ്പോൾ ആ കുട്ടി ഇവിടെയൊക്കെ യോഹന്നാന് പേര് നമ്മൾ കാണുന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ എലിസബത്തിനും യോഹന്നാനും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള പേരുകൾ വചനബന്ധിയായിട്ട് നമുക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പേരുകൾ കൊടുക്കുമ്പോൾ വിളിക്കുന്ന പേരാണെങ്കിലും അല്ലാത്ത പേരാണെങ്കിലും നല്ല പേരുകൾ കൊടുക്കുക. നമ്മൾ രക്ഷകന് വഴിയൊരുക്കേണ്ടവരാണ്. രക്ഷകനായ ഈശോയുടെ വരവ് പ്രവൃത്തിരുന്നാൾ ഒരുങ്ങുന്ന അവസരമാണ്. രക്ഷകനെ സ്വീകരിക്കാനായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. നമ്മുടെ പ്രാർത്ഥന വഴിയും നന്മ പ്രവർത്തനങ്ങൾ വഴിയായിട്ടും ജീവിത നവീകരണം വഴിയായിട്ടും നമ്മുടെ ധ്യാനം വഴിയും
നടന്നത് ജീവിത നവീകരണത്തിനും ദൈവത്തിലേക്ക് കൂടുതൽ ആത്മീയമായിട്ട് അടുക്കാനും നന്മയുടെ വഴികളിൽ നീങ്ങാനുമുള്ള ഒരു ക്ഷണമാണ്. അതാണ് നമ്മൾ ധ്യാനത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും ജീവിത നവീകരണം സാധിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുക. അതുകൊണ്ട് പ്രവൃത്തിയിൽ നാളെ ആത്മീയമായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ കൃപ നമ്മോട് കൂടി